പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് 2 ക്ലാസ്സുകളിലൂടെ കുറേയധികം വസ്തുതകൾ നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ അവസാനത്തെ ക്ലാസ് ആണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 ബന്ധപ്പെട്ട വിന്നേഴ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ആദ്യം നമ്മൾ കോമൺവെൽത്ത് നേഷൻസിനെ കുറിച്ചും അതിന്റെ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് കോമൺവെൽത്ത് വിന്നേഴ്സുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ വിന്നേഴ്സാണ്. അതിന്റെ 2ാമത്തെ ക്ലാസ്, മൊത്തത്തിൽ 3ാമത്തെ ക്ലാസ് ആണ്. എല്ലാവർക്കും ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. അടുത്തത് വെങ്കല മെഡൽ ജേതാവായ ശില്പ കെ ശൈലയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ പാരാ അത്ലറ്റ് ആണ് ശില്പ കെ ശൈല എന്ന് പറയുന്നത്. ശില്പ കാഞ്ചുഗാര കൊപ്പലു ശൈല എന്ന ശില്പ കെ ശൈല. അപ്പോൾ ഇന്ത്യൻ പാരാ അത്ലറ്റ് ആണ് ശില്പ കെ ശൈല. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. പാരാ അത്ലറ്റ് ആണ്. വനിതകളുടെ ഷോട്ട് പുട്ട് F57 ഇനത്തിലാണ് ശില്പ കെ ശൈല വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. ഈ മെഡൽ കിട്ടുന്നത് തന്നെ ഒരു ഔദ്യോഗിക അപ്പീലിന് ശേഷമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. അപ്പോൾ ശില്പ കെ ശൈല വനിതകളുടെ ഷോട്ട് പുട്ട് F57 ഇനത്തിലാണ് ഇന്ത്യക്കായി പാരാ അത്ലറ്റ് ആയ ശില്പ കെ ശൈല 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. അപ്പോൾ പാരാ അത്ലറ്റിക് ഇനത്തിലാണ് മത്സരിച്ചത്. വനിതകളുടെ ഷോട്ട് പുട്ട് F57 ആണ് മെഡൽ, വെങ്കലമാണ്. അപ്പോൾ ഓർത്തിരിക്കണം, മികച്ച ത്രോയായിരുന്നു. അവരുടെ പേഴ്സണൽ ബെസ്റ്റ് ആണ്. ശില്പ കെ ശൈലയുടെ പേഴ്സണൽ ബെസ്റ്റ് ആണ്. വെങ്കല മെഡൽ നേടിക്കൊണ്ട് 7.26 മീറ്റർ ആണ് ഷോട്ട് പുട്ടിൽ F57 എറിഞ്ഞത്. ഇതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഓർത്തിരിക്കണം, ഈ F57 ഷോട്ട് പുട്ടിൽ ഷർമിള ധൻകർ ഇന്ത്യക്കായി സ്വർണം നേടുന്നുണ്ട്. അപ്പോ F57 ഷോട്ട് പുട്ടിൽ ഷർമിള ധൻകർ നമ്മൾ പഠിച്ചതാണ്, ഇന്ത്യക്കായി സ്വർണം നേടുന്നുണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ. അതിനോടൊപ്പം ശില്പയുടെ വെങ്കലവും ചേർന്ന് F57 ഷോട്ട് പുട്ട് ഇനത്തിൽ പാരാ അത്ലറ്റിക്കിൽ ആദ്യ ഇരട്ട മെഡൽ ഇന്ത്യക്കായി സമ്മാനിച്ചത് ഷർമിള ധൻകർ സ്വർണവും അതുപോലെ തന്നെ ആരാണ് ശില്പ വെങ്കലവും ചേർന്നിട്ടാണ് പാരാ അത്ലറ്റിക്കില് ആദ്യ ഇരട്ട മെഡൽ നേട്ടം ഇന്ത്യക്കായിട്ട് സമ്മാനിച്ചത്. ഓർത്തിരിക്കണം, ഇത് ശില്പയുടെ 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലൂടെയാണ് ശില്പ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ഒരു മെഡൽ കരസ്ഥമാക്കുന്നത്. വ്യക്തിഗത മികച്ച പ്രകടനം അല്ലെ, നമ്മൾ പറഞ്ഞു 7.26 മീറ്റർ എറിഞ്ഞിട്ടാണ് വെങ്കലം സ്വന്തമാക്കിയത്. പേഴ്സണൽ ബെസ്റ്റ് ആണ്. ഇനി അടുത്തത് അത്ലറ്റായ ഗുൽവീർ സിംഗിനെ കുറിച്ചാണ്. ഗുൽവീർ സിംഗ് 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ ദീർഘദൂര ഓട്ടത്താരമാണ് ആര്? ഗുൽവീർ സിംഗ് എന്ന് പറയാം. ഒരേ കോമൺവെൽത്ത് ഗെയിംസിൽ 2 അത്ലറ്റിക് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയതാണ് ഗുൽവീർ സിംഗ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ കോമൺവെൽത്ത് ഗെയിംസിൽ 2 അത്ലറ്റിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഇമ്പോർട്ടൻ്റ് ആണ്. ഗുൽവീർ സിംഗ് ആണ്, ഓട്ടക്കാരനാണ്, അതും കൂടി അറിഞ്ഞിരിക്കണം. അത്ലറ്റിക്സ് ആണ്, ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ആണ് അദ്ദേഹത്തിന്റെ വിഭാഗം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശുകാരനാണ്. 10,000 മീറ്ററിൽ വെള്ളി മെഡലും 5,000 മീറ്ററിൽ വെങ്കല മെഡൽ. അപ്പോൾ ഓർത്തിരിക്കണം, ഒരേ കോമൺവെൽത്ത് ഗെയിംസിൽ 2 അത്ലറ്റിക്കൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുൽവീർ സിംഗ് ആണ്. ഗുൽവീർ സിംഗ് ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലാണ് ഈ മെഡൽ കരസ്ഥമാക്കുന്നത്. 5,000 മീറ്ററിൽ വെങ്കലവും 10,000 മീറ്ററിൽ വെള്ളി മെഡലുമാണ് കരസ്ഥമാക്കിയത്. ഗുൽവീർ സിംഗ് സംസ്ഥാന ഉത്തർപ്രദേശാണ്. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ വെള്ളി മെഡൽ 27 മിനിറ്റ് 49 സെക്കൻഡ്, നിങ്ങൾക്കറിയാം 49.78 സെക്കൻഡ് കൊണ്ടാണ് ഗുൽവീർ സിംഗ് 10,000 മീറ്ററിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്ററിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് ഗുൽവീർ സിംഗ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ 5,000 മീറ്ററിൽ വെങ്കല മെഡലും കരസ്ഥമാക്കി. കോമൺവെൽത്ത് ഗെയിംസ് 5,000 മീറ്ററിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് ഗുൽവീർ സിംഗ്. കുറേയധികം പ്രത്യേകതകൾ ഗുൽവീർ സിംഗിനുണ്ട്. അപ്പോൾ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ താരമാണ് ഗുൽവീർ സിംഗ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ 2026 ഗ്ലാസ്ഗോ ഗെയിംസിൽ 2 മെഡൽ ഒരേ
അത്ലറ്റിക്സിൽ 2 മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം കൂടിയാണ് ഗുൽവീർ സിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ ഹർജിന്ദർ കൗറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഹർജിന്ദർ കൗറിലേക്ക് വരുമ്പോൾ ഹർജിന്ദർ കൗർ ഗ്ലാസ്ഗോയിലെ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി വനിതകളുടെ 69 കിലോ വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ് വെള്ളി മെഡൽ നേടിയത്. 69 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് ആര്? ഹർജിന്ദർ കൗർ. കോമൺവെൽത്ത് ഗെയിംസിലെ തുടർച്ചയായിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസിലെ 2ാമത്തെ കിരീടമാണ് ആരുടെ? ഹർജിന്ദർ കൗറിന്റെ. 69 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിലായിരുന്നു വെള്ളി മെഡലാണ്. ഹർജിന്ദർ കൗറിന്റെ സ്ഥലം അറിഞ്ഞിരിക്കണം. പഞ്ചാബിലെ നാഭയാണ്, പട്യാല ജില്ലയിലെ നാഭയിലാണ് ഹർജിന്ദർ കൗറിന്റെ ജന്മദേശം. അപ്പോൾ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പേഴ്സണൽ ബെസ്റ്റാണ്. വ്യക്തിഗത മികച്ച പ്രകടനത്തിലൂടെയാണ് മത്സരത്തില് വെള്ളി മെഡൽ 69 കിലോ വെയ്റ്റ് ലിഫ്റ്റിംഗില് ഭാരോദ്വഹനത്തില് കിരീടം സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ തുടർച്ചയായിട്ട് 2026 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലും 71 കിലോ ഇനത്തില് വെങ്കല മെഡൽ കരസ്ഥമാക്കിയിരുന്നു. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസില് വെള്ളി മെഡൽ 69 കിലോ ഇനത്തിലാണ് കരസ്ഥമാക്കിയത്. ആരാണ്? ഓർത്തിരിക്കണം, ഹർജിന്ദർ കൗർ ആണ്. പഞ്ചാബ് സ്വദേശിനിയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത പാരാ അത്ലറ്റിലേക്കാണ് പോകുന്നത്. ദിലീപ് മഹാദു ഗവിത് ആണ്. ദിലീപ് മഹാദു ഗവിത് 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ആണ്. പുരുഷന്മാരുടെ 100 മീറ്റർ T47 വിഭാഗത്തിലാണ് അദ്ദേഹം ഗെയിംസ് റെക്കോർഡോടെ ദിലീപ് മഹാദു ഗവിത് എന്ത് ചെയ്തത്? സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചത്. ഇപ്പോൾ പാരാ അത്ലറ്റ് ആണ്. അതുപോലെ തന്നെ 100 മീറ്ററിൽ T47 ഇനത്തിലാണ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. മഹാരാഷ്ട്ര സ്വദേശിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ആണ് ദിലീപ് മഹാദു ഗവിത്. 10.71 സെക്കൻഡ് സമയം കൊണ്ടാണ് 100 മീറ്റർ T47 ഇനത്തിൽ ഓടിയെത്തി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ആളാണ് ദിലീപ് മഹാദു ഗവിത്. ഗെയിംസ് റെക്കോർഡാണ്, കോമൺവെൽത്ത് ഗെയിംസ് റെക്കോർഡാണ് ദിലീപ് മഹാദു ഗവിത് സ്ഥാപിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ പാരാ അത്ലറ്റ് എന്ന ചരിത്ര നേട്ടം കൂടി സ്വന്തമാക്കിയ വ്യക്തിയാണ് ദിലീപ് മഹാദു ഗവിത് എന്ന മഹാരാഷ്ട്ര സ്വദേശി. ഓക്കെ അല്ലേ? അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ പാരാ അത്ലറ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപ് മഹാദു ഗവിത് ആണ്. ഓക്കെ അല്ലേ? ഇനി ഓർത്തിരിക്കണം, 2023 ഏഷ്യൻ പാരാ ഗെയിംസില് പുരുഷന്മാരുടെ 400 മീറ്റർ T47 ഇനത്തില് ദിലീപ് മഹാദു ഗവിത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് 100 മീറ്ററിലാണ് കോമൺവെൽത്ത് ഗെയിംസിൽ. മറ്റേ 400 മീറ്റർ T47 ഇനത്തിൽ സ്വർണം നേടിയിട്ടുണ്ട് 2023 ഏഷ്യൻ പാരാ ഗെയിംസിൽ. ആരാണ്? ദിലീപ് മഹാദു ഗവിത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പാരാ അത്ലറ്റിലേക്ക് നമ്മൾ പോകുകയാണ്. അടുത്തതാണ് മുഹമ്മദ് ബസിദ് മോർസിംഗ് ഘനത്ത്. ആരാണ്? മുഹമ്മദ് ബസിദ് മോർസിംഗ് ഘനകത്താണ് 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യക്കായി പുരുഷന്മാരുടെ 100 മീറ്റർ T47 തൊട്ട് മുമ്പ് സ്വർണം നേടിയ ആളെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പുരുഷന്മാരുടെ T47 വിഭാഗത്തിൽ വെള്ളി നേടിയതാണ്. അപ്പോൾ ഇന്ത്യക്ക് ഈ ഇനത്തിൽ തന്നെ സ്വർണവും ദിലീപ് തൊട്ട് മുമ്പ് നേടി അല്ലെ? അതുപോലെ തന്നെ ഇന്ത്യക്ക് ഈ ഇനത്തിൽ സ്വർണവും വെള്ളിയും ലഭിച്ച ചരിത്ര നേട്ടത്തിൽ പങ്കാളിയായ വ്യക്തി കൂടിയാണ് മുഹമ്മദ് ബസിദ് മോർസിംഗ് ഘനകത്ത്. T47 100 മീറ്റർ ഓട്ടത്തിലാണ് കോമൺവെൽത്ത് ഗ്ലാസ്ഗോ ഗെയിംസിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് മുഹമ്മദ് ബസിദ് മോർസിംഗ് ഘനകത്ത് എന്ന ചാമ്പ്യൻ. 100 മീറ്റർ T47 വെള്ളി മെഡലും കരസ്ഥമാക്കി. ഓർത്തിരിക്കണം, നമുക്കറിയാം ഇന്ത്യയുടെ തന്നെ ദിലീപ് മഹാദു ഗവിത് ആണ് സ്വർണം നേടിയത്. അതേപോലെ മുഹമ്മദ് ബസിദ് വെള്ളിയും നേടി. അങ്ങനെ 100 മീറ്റർ T47 ഇനത്തിൽ ഇന്ത്യക്ക് 1-2 ഫിനിഷിംഗ് സമ്മാനിച്ചതാണ്. 1-2 മെഡലുകൾ കരസ്ഥമാക്കാൻ സാധിച്ചതാണ് 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ്. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യയുടെ പാരാ അത്ലറ്റിക് ടീമിലെ ശ്രദ്ധേയമായ താരങ്ങളിൽ ഒരാളായിരുന്നു ആര്? മുഹമ്മദ് ബസിദ് വെള്ളി നേടി. ദിലീപ് മഹാദു ഗവിത് സ്വർണവുമാണ് കരസ്ഥമാക്കിയത്. അപ്പോൾ നമ്മുടെ പുരുഷന്മാരുടെ
100 മീറ്റർ T47 ഇനത്തിൽ ഇന്ത്യയുടെ ഇരട്ട മെഡലാണ് ഇവരിലൂടെ ഇന്ത്യ കരസ്ഥമാക്കിയത്. ഇനി അടുത്ത താരത്തിലേക്ക് നമ്മൾ പോകുകയാണ്. മുരളി ശ്രീശങ്കർ, മലയാളിയായ മുരളി ശ്രീശങ്കറിനെ കുറിച്ചാണ്. പാലക്കാട് സ്വദേശിയാണ്. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി പുരുഷന്മാരുടെ ലോങ് ജമ്പാണ് അദ്ദേഹത്തിന്റെ ഇനം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ആര്? മുരളി ശ്രീശങ്കർ. ഇതോടെ തുടർച്ചയായി ഓർത്തിരിക്കണം, 2026 കോമൺവെൽത്ത് ഗെയിംസിലും 2026 കോമൺവെൽത്ത് ഗെയിംസിലും ലോങ് ജമ്പില് ഇന്ത്യക്കായി ആദ്യമായിട്ട് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന താരമാണ് ആര്? മുരളി ശ്രീശങ്കർ. അപ്പോൾ പാലക്കാടാണ് മുരളി ശ്രീശങ്കറിന്റെ ജന്മസ്വദേശം. വെള്ളി മെഡലാണ് കരസ്ഥമാക്കിയത്. പുരുഷന്മാരുടെ ലോങ് ജമ്പ് ഇനത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. 8.09 മീറ്ററാണ് അദ്ദേഹം ചാടിയത്. അപ്പോൾ ഇതിന് ഈ കോമൺവെൽത്ത് ഗെയിംസിലെ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ സ്വർണം കരസ്ഥമാക്കിയത് ജമൈക്കയുടെ ടാജയ് ഗെയിലാണ്. 8.15 മീറ്റർ. ശ്രീശങ്കർ ചാടിയത് 8.09 മീറ്ററാണ്. വെങ്കലം ലഭിച്ച സ്റ്റീഫൻ മക്കൻസിയാണ് 8.08 മീറ്റർ. അപ്പോൾ സ്വർണത്തിൽ നിന്ന് വെറും 6 സെന്റിമീറ്റർ മാത്രം പിന്നിലായിരുന്നു ആര്? അതും കൂടി അറിഞ്ഞാൽ മുരളി ശ്രീശങ്കർ. അപ്പോൾ തുടർച്ചയായി 2022 2026 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ അത്ലറ്റാണ് മുരളി ശ്രീശങ്കർ. അതുകൂടി അറിഞ്ഞിരിക്കണം. 2022 ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലും ഇതേ ദൂരമായിരുന്നു, 1 മീറ്ററും കൂടെ അല്ലെ, 8.08 മീറ്റർ കുറവായിരുന്നു. 1 മീറ്റർ കുറവായിരുന്നു. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 0.01 മീറ്റർ ആണ്, അതായത് 1 സെന്റിമീറ്റർ എന്നുള്ള കൺസെപ്റ്റില്. 2026 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലും വെള്ളി മെഡൽ 8.08 മീറ്റർ. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലും 8.09 മീറ്റർ. തുടർച്ചയായി അങ്ങനെ 2 കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമാണ് മുരളി ശ്രീശങ്കർ. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇതൊക്കെ എക്സാമിന് ചോദിക്കും. ഇനി അടുത്തത് നമുക്ക് ലവ്പ്രീത് സിംഗിനെ കുറിച്ചാണ്. ലവ്പ്രീത് സിംഗ് 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി പുരുഷന്മാരുടെ 110 കിലോ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വെള്ളി മെഡൽ നേടിയതാണ്. 1 കിലോഗ്രാം വ്യത്യാസത്തിലാണ് ലവ്പ്രീത് സിംഗിന് സ്വർണം നഷ്ടമായത്. സ്നാച്ച് ഇനത്തിൽ കോമൺവെൽത്ത് ഗെയിംസിൽ റെക്കോർഡ് സ്ഥാപിച്ച് ശ്രദ്ധേയ പ്രകടനം നടത്തിയ വ്യക്തി കൂടിയാണ് ആര്? ലവ്പ്രീത് സിംഗ്. അപ്പോൾ അദ്ദേഹം പുരുഷന്മാരുടെ 110 കിലോ വിഭാഗത്തിലാണ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. ലവ്പ്രീത് സിംഗ് പഞ്ചാബിലെ അമൃതസർ സ്വദേശിയാണ്. ഭാരോദ്വഹനമാണ്, വെള്ളി മെഡലാണ്. സ്നാച്ചിൽ 176 കിലോഗ്രാം. ഇത് കോമൺവെൽത്ത് റെക്കോർഡാണ്. പുരുഷന്മാരുടെ 110 കിലോഗ്രാമിലെ 176 കിലോഗ്രാം സ്നാച്ചിൽ ഉയർത്തിയത് റെക്കോർഡാണ്. ക്ലീൻ ആൻഡ് ജെർക്കിൽ 212 കിലോഗ്രാം. അങ്ങനെ ആകെ 388 കിലോഗ്രാം ആണ് ലവ്പ്രീത് സിംഗ് പുരുഷന്മാരുടെ 110 കിലോ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഭാരോദ്വഹനത്തിൽ ഉയർത്തി വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. ഓക്കെ, ന്യൂസിലൻഡിന്റെ ഡേവിഡ് ലിറ്റ്ലിയാണ് 389 കിലോഗ്രാമുമായി സ്വർണം നേടിയത്. ലവ്പ്രീത് സിംഗുമായിട്ട് വെറും 1 കിലോഗ്രാം വ്യത്യാസത്തിലാണ് ലവ്പ്രീത് സിംഗിന് വെള്ളിയിൽ ഒതുങ്ങേണ്ടി വന്നത്. 2026 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലും വെങ്കല മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളി മെഡലാണ് കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, സ്നാച്ച് ഇനത്തില് കോമൺവെൽത്ത് ഗെയിംസ് റെക്കോർഡ് സ്ഥാപിച്ചത് കൂടിയാണ് ആര്? ഭാരോദ്വഹനത്തിൽ വരുന്നതാണ് ഈ സ്നാച്ചും ക്ലീൻ ആൻഡ് ജെർക്കും ഒക്കെ. ലവ്പ്രീത് സിംഗ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത താരത്തിലേക്ക് പോകണം. അടുത്ത താരം എന്ന് പറയുന്നത് സീമ കലിറംനെയാണ്. സീമ കലിറംനെയാണ്. അത്ലറ്റിക്സ് ആണ്. വുമൻസിന്റെ ഡിസ്കസ് ത്രോയിലാണ് മത്സരിച്ചത്. വെങ്കല മെഡലാണ് സീമ കലിറംന കരസ്ഥമാക്കി. അപ്പോൾ സീമ കലിറംന കോമൺവെൽത്ത് ഗെയിംസ് 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ സ്കോട്ട്സ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന വനിതകളുടെ ഡിസ്കസ് ത്രോ ഫൈനലിൽ 58.65 മീറ്റർ ദൂരമെറിഞ്ഞാണ് സീമ എന്ത് ചെയ്തത്? വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. ഓർത്തിരിക്കണം, അവരുടെ മികച്ച വ്യക്തിഗത പ്രകടനം കൂടിയായിരുന്നു. പേഴ്സണൽ ബെസ്റ്റ് ആയിരുന്നു. 59.73 മീറ്ററാണ് അവരുടെ പേഴ്സണൽ ബെസ്റ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ സീമ പറഞ്ഞോടെ, സീമ കലിറംനെയാണ് എന്ത് ചെയ്തത്? ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത താരമാണ് അസ്മിത ഡേ ആണ്. ജൂഡോയിലാണ് വിമൻസിന്റെ 48 കിലോഗ്രാമില് ജൂഡോയില് സ്വർണം കരസ്ഥമാക്കിയതാണ് അസ്മിത ഡേ.
അപ്പോൾ അസ്മിത ഡേ എന്ന് പറയുന്ന ത്രിപുര സ്വദേശിനിയാണ്. അപ്പോൾ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിലാണ് അസ്മിത മത്സരിച്ചത്. ഓർത്തിക്കണം, വനിതകളുടെ 48 കിലോഗ്രാം ജൂഡോയിലാണ് മത്സരിച്ചത്. ഫൈനലിൽ കാനഡയുടെ ഹെഡി ക്വാച്ചിനെയാണ് ഗോൾഡൻ സ്കോർ, അതായത് എക്സ്ട്രാ ടൈം പീരീഡിൽ വീഴ്ത്തിയാണ് താരം എന്ത് ചെയ്തത്? അസ്മിത ഡേ കരിയറിലെ ഏറ്റവും വലിയ സ്വർണ്ണ നേട്ടം കോമൺവെൽത്ത് ഗ്ലാസ്ഗോ ഗെയിംസിലൂടെ സ്വന്തമാക്കിയത്. ഓക്കെ അല്ലേ? അപ്പോൾ ത്രിപുര സ്വദേശിനിയാണ്. ഇനി നമ്മൾ ഹർഷ് സിംഗിനെ കുറിച്ചാണ്. മെൻസ് ജൂഡോയില് 60 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം കരസ്ഥമാക്കിയതാണ് ആര്? ഹർഷ് സിംഗ്. അപ്പോൾ ഹർഷ് സിംഗ് ജൂഡോ വിഭാഗത്തിൽ 60 കിലോഗ്രാമില് സ്വർണം കരസ്ഥമാക്കിയ വ്യക്തിയാണ്, താരമാണ്. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിലൂടെ ഇന്ത്യക്ക് സ്വർണം നേടിത്തന്ന വ്യക്തിയാണ്. ഓക്കെ അല്ലേ? ഡേ 8 ദിവസം നടന്ന, അതായത് 31 ജൂലൈയില് കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ ജൂഡോ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? ഹർഷ് സിംഗ് ആണ്. അറിഞ്ഞിരിക്കണം, അദ്ദേഹം ഡൽഹി സ്വദേശിയാണ്. 23 വയസ്സുള്ള ഡൽഹി സ്വദേശിയാണ് ഹർഷ് സിംഗ് എന്ന് പറയുന്നത്. പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിലാണ് ഹർഷ് മത്സരിച്ചത്. ഫൈനലിൽ ഓസ്ട്രേലിയയുടെ ഒളിമ്പ്യൻ താരം ജോഷ്വ കാർസിനെ 10-0 എന്ന സ്കോറിന് അനായാസം പരാജയപ്പെടുത്തിയാണ് ജൂഡോയിൽ ഹർഷ് സിംഗ് എന്ത് ചെയ്തത്? കോമൺവെൽത്ത് ഗെയിംസിലൂടെ ഇന്ത്യക്കായി സ്വർണം നേടിത്തന്നത്. നമുക്ക് അടുത്ത താരത്തെ മനസ്സിലാക്കണം. അടുത്ത് നിങ്ങൾക്കറിയാം ആരാണ്? നമ്മുടെ ജാവലിൻ ത്രോ താരമായ നീരജ് ചോപ്രയെ കുറിച്ചാണ്. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നമുക്കായിട്ട് വെള്ളി മെഡൽ ആണ് നേടിത്തന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ യശ്വീർ സിംഗ് വെങ്കലം നേടിത്തരുകയും ചെയ്തു ജാവലിൻ ത്രോയില്. അപ്പൊ ഇന്ത്യക്ക് ജാവലിൻ ത്രോയില് വെള്ളി മെഡലും വെങ്കല മെഡലും കരസ്ഥമാക്കാൻ പറ്റിയതാണ് 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ്. യശ്വീർ സിംഗിലൂടെയാണ് വെങ്കലം നേടിയത്. അപ്പോൾ ഹരിയാന സ്വദേശിയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? കഴിഞ്ഞ ഒളിമ്പിക്സിലും വെള്ളി മെഡലാണ് കരസ്ഥമാക്കിയത് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അദ്ദേഹത്തിന്റെ അത്ലറ്റിക് ഇനമാണ്, അത്ലറ്റിക് ഇനം എന്ന് പറയുന്ന ജാവലിൻ ത്രോയാണ്. 85.83 മീറ്റർ ആണ്. അദ്ദേഹം പറഞ്ഞ സീസൺ ബെസ്റ്റ് ആണ്. ശ്രീലങ്കയുടെ, ഓർത്തിരിക്കണം, അത് എക്സാമിന് ചോദിക്കാം, ശ്രീലങ്കയുടെ രുമേഷ് പതിരാഗയാണ് 89.75 മീറ്റർ എറിഞ്ഞിട്ട് സ്വർണം കരസ്ഥമാക്കിയത്. ശ്രീലങ്കയുടെ രുമേഷ് പതിരാഗയാണ് 89.75 മീറ്റർ എറിഞ്ഞ് സ്വർണം കരസ്ഥമാക്കിയത്. യശ്വീർ സിംഗിലൂടെ ഇന്ത്യ 85.41 മീറ്റർ എറിഞ്ഞ് വെങ്കലവും കരസ്ഥമാക്കി. ഓർത്തിരിക്കണം, ടോക്കിയോയിലെ 2020 ഒളിമ്പിക്സിൽ സ്വർണം കരസ്ഥമാക്കിയതാണ് ആരെ പറഞ്ഞ? നീരജ് ചോപ്ര. ഇനി അതുപോലെ തന്നെ 2024 പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി. അന്ന് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് പാകിസ്ഥാന്റെ അർഷാദ് നദീമാണ്. 90 മീറ്ററിൽ പുറത്തിറങ്ങല്ലേ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 നീരജ് ചോപ്ര സ്വർണം കരസ്ഥമാക്കി. 2018 കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം, 2026 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളിയാണ് കരസ്ഥമാക്കിയത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് യാമിനി മൗര്യ സ്ത്രീകളുടെ വുമൻസിന്റെ 57 കിലോഗ്രാം ജൂഡോയിലാണ് മത്സരിച്ചത്. വെള്ളി മെഡലാണ് കായിക താരം ഉയർത്തിയത്. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയ്ക്കായി വനിതകളുടെ 57 കിലോഗ്രാം ഫൈനൽ ശക്തമായ പോരാട്ടത്തിലൊടുവിലാണ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. യാമിനി മൗര്യ കരസ്ഥമാക്കിയത് മധ്യപ്രദേശ് സ്വദേശിനിയാണ്. അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ അടുത്ത താരത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആരെക്കുറിച്ചാണ്? തേജസ്വിനി ശങ്കറിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ആരാണ്? തേജസ്വിനി ശങ്കർ. അപ്പോൾ 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഡെക്കാത്തലണിലാണ് അത്ലറ്റിക്സ് വിഭാഗമാണ്. മെൻസ് ഡെക്കാത്തലിന് വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആണ് തേജസ്വിൻ ശങ്കർ എന്ന് പറയുന്ന ഡൽഹി സ്വദേശിയാണ് തേജസ്വിൻ ശങ്കർ. അപ്പോൾ 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെൻസ് ഡെക്കാത്തലണില് അത്ലറ്റിക്സ് വിഭാഗപ്പെട്ടതാണ്. എന്ത് ചെയ്തു?
വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. യശ്വീർ സിംഗിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പഠിച്ചു. നീരജ് ചോപ്രയോടൊപ്പം തന്നെ നമ്മൾ മെൻസ് ജാവലിൻ ത്രോയിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയതാണ് യശ്വീർ സിംഗ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇനി അടുത്തത് ഗുൽവീർ സിംഗിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഗുൽവീർ സിംഗ് ഏത് വിഭാഗത്തിലാണ് മത്സരിച്ചത്? മെൻസിന്റെ 5000 മീറ്റർ ഓട്ടത്തിൽ മെൻസിന്റെ 5000 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയതാണ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ ഗുൽവീർ സിംഗ് ആണ് മെൻസ് 5000 മീറ്റർ ഓട്ടത്തിൽ എന്ത് കരസ്ഥമാക്കിയത്? വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. അടുത്തതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോമൻ റാണയെ കുറിച്ചാണ്. അപ്പോൾ ഈ സോമൻ റാണ പാരാ അത്ലറ്റ് ആണ്. പാരാ അത്ലറ്റിക്സിൽ മെൻസ് ഷോർട്ട് ഫുട്ടിൽ F57 വിഭാഗത്തിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അത്ലറ്റാണ് സോമൻ റാണ. സോമൻ റാണ കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ ഈ ഇനത്തിൽ, അതായത് മെൻസ് ഷോർട്ട് പുട്ട് F57 പാരാ അത്ലറ്റ് വിഭാഗത്തിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന അപൂർവ നേട്ടം കൂടി സ്വന്തമാക്കിയതാണ് സോമൻ റാണ. ബീഹാർ സ്വദേശിയാണ്. അടുത്തതാണ് നമ്മൾ ആരെക്കുറിച്ച് മനസ്സിലാക്കാൻ, അടുത്ത അത്ലറ്റിനെ കുറിച്ചാണ്. ശുഭം ജുയാലിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ശുഭം ജുയാല 2026 ഗ്ലാസ്ഗോ ഗെയിംസിൽ മെൻസ് ഷോർട്ട് പുട്ട് F57 തന്നെ പാരാ അത്ലറ്റ് ആണ്. നമുക്ക് സോമൻ റാണയിലൂടെ സ്വർണവും ലഭിച്ചു F57. അതുപോലെ തന്നെ ലാൻസ് നായിക് ശുഭം ജുയാലിലൂടെ എന്ത് ചെയ്തു? മെൻസ് ഷോർട്ട് പുട്ട് വിഭാഗത്തിൽ F57 വിഭാഗത്തിൽ വെള്ളി മെഡലും കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞു. ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് ശുഭം ജുയാൽ, അതുകൂടി അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പ്രവീൺ ചിത്രവേലിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രവീൺ ചിത്രവേൽ മെൻസിന്റെ ട്രിപ്പിൾ ജമ്പ് ഇനത്തിലാണ് മത്സരിച്ചത്. മെൻസിന്റെ ട്രിപ്പിൾ ജംപ്സ് ഇനത്തിൽ വെള്ളി മെഡലാണ് കരസ്ഥമാക്കിയത്. ആരാണ്? പ്രവീൺ ചിത്രവേൽ. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് 2026 ഗെയിംസില് എന്ത് ചെയ്തത്? പ്രവീൺ ചിത്രവേൽ തമിഴ്നാട് സ്വദേശിയാണ്, അതുകൂടി അറിഞ്ഞിരിക്കുന്നതൊക്കെ എക്സാമിന് ചോദിക്കാം. മെൻസിന്റെ ട്രിപ്പിൾ ജംപ് വിഭാഗത്തിലാണ് എന്ത് ചെയ്തത്? വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. അടുത്തത് നമ്മൾ സെൽവപ്രഭു തിരുമാരനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. സെൽവപ്രഭു തിരുമാരൻ ഇതേ വിഭാഗത്തിൽ ട്രിപ്പിൾ ജമ്പിലെ ബ്രോൺസും കൂടി കരസ്ഥമാക്കിയ വ്യക്തിയാണ് ആര്? സെൽവപ്രഭു തിരുമാരനാണ്. ഏത് ഇനത്തിലാണ്? മെൻസിന്റെ ട്രിപ്പിൾ ജമ്പില് എന്ത് ചെയ്തു? ട്രിപ്പിൾ ജമ്പില് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് ആരാണ്? സെൽവപ്രഭു തിരുമാരനാണ്. അദ്ദേഹവും തമിഴ്നാട് സ്വദേശിയാണ് അല്ലെ. പ്രവീൺ ചിത്രവേല് വെള്ളി മെഡലും സെൽവപ്രഭു തിരുമാരൻ എന്ത് ചെയ്തു? വെങ്കല മെഡലും കരസ്ഥമാക്കി. മെൻസ് ട്രിപ്പിൾ ജമ്പിലാണ്, ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ വെള്ളി മെഡലും കരസ്ഥമാക്കി, വെങ്കല മെഡലും കരസ്ഥമാക്കി. രണ്ടുപേരും തമിഴ്നാട് സ്വദേശികളാണ്. അടുത്ത ഉന്നതി ശർമ്മയെ കുറിച്ചാണ്. ഉന്നതി ശർമ്മ ജൂഡോയിലാണ് മത്സരിച്ചത്. ജൂഡോയിലെ വിമൻസിന്റെ 63 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ആര്? ഉന്നതി ശർമ്മ. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്, ഓർത്തിരിക്കണം. ഇനി അടുത്ത പ്രീതി പവാറിലേക്കാണ് പോകുന്നത്. പ്രീതി പവാർ എന്ന് പറയുമ്പോൾ ബോക്സിംഗ് താരമാണ്. പ്രീതി പവാർ 54 കിലോഗ്രാം വിഭാഗത്തിലാണ് പ്രീതി പവാർ സ്വർണ്ണ മെഡലാണ് ഇന്ത്യക്കായി കരസ്ഥമാക്കിയത്. വിമൻസിന്റെ 54 കിലോഗ്രാം വിഭാഗത്തിൽ വനിതാ ബോക്സറായ പ്രമുഖ ഇന്ത്യൻ വനിതാ ബോക്സറായ പ്രീതി പവാർ വനിതകളുടെ 54 കിലോഗ്രാം ബാൻഡം വെയ്റ്റ് വിഭാഗത്തിലാണ് 22-കാരിയായ ഹരിയാന സ്വദേശിനിയായ പ്രീതി പവാർ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഇനി നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ജാസ്മിൻ ലംബോറിയെ കുറിച്ചാണ്. ഈ ജാസ്മിൻ ലംബോറിയ 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി വനിതകളുടെ 57 കിലോ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയതാണ് ആര്? ജാസ്മിൻ ലംബോറിയ വനിതകളുടെ 57 കിലോ ബോക്സിംഗിലാണ് സ്വർണം കരസ്ഥമാക്കിയത്. ഫൈനലിൽ വടക്കൻ അയർലൻഡിന്റെ മൈക്കേല വാൾഷിനെയാണ് 5-0 എന്ന ഏകകണ്ഠമായ വിധിയിൽ ബോക്സിംഗിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ജാസ്മിൻ ലംബോറിയ എന്ത് ചെയ്യുന്നത്? സ്വർണ്ണ മെഡല് 2026 ഗ്ലാസ്ഗോ ഗെയിംസിൽ ഇന്ത്യക്കായി കരസ്ഥമാക്കിയത്. ഹരിയാന സ്വദേശിനിയാണ് ജാസ്മിൻ ലംബോറിയ. സ്വർണ്ണ മെഡലാണ് നേടിയത്. ലോക ചാമ്പ്യൻ എന്ന നേട്ടത്തിന് പിന്നാലെ കോമൺവെൽത്ത് ചാമ്പ്യൻ കൂടിയായ ബോക്സിംഗ് താരമാണ് ആര്? 57 കിലോ വിഭാഗത്തിൽ ജാസ്മിൻ ലംബോറിയ.
ഈ ഹരിയാന സ്വദേശിനിയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സാക്ഷി ചൗധരിയെ കുറിച്ചാണ്. സാക്ഷി ചൗധരി ഈ ബോക്സിംഗിന്റെ 51 കിലോഗ്രാം വിഭാഗത്തിലാ 51 കിലോഗ്രാം മെൻസിന്റെ 51 കിലോഗ്രാം വിഭാഗത്തില് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയതാണ് ആര്? സാക്ഷി ചൗധരി. അപ്പോൾ ഈ സാക്ഷി ചൗധരി ഗ്ലാസ്ഗോ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ പ്രമുഖ യുവ വനിതാ ബോക്സറാണ് ആറ്. 51 കിലോഗ്രാം ഫ്ലൈ വെയ്റ്റ് വിഭാഗത്തിലാണ് ഹരിയാന സ്വദേശിനിയായ സാക്ഷി ചൗധരി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. അടുത്തത് നമ്മൾ പോകുന്നത് ആരിലേക്കാണ്? പ്രിയ ഗംഗാസിലേക്കാണ് പോകുന്നത്. ആരിലേക്കാണ്? പ്രിയ ഗംഗാസിലേക്കാണ് പോകുന്നത്. ഈ പ്രിയ ഗംഗാസിലും ബോക്സിംഗിൽ വിമൻസിന്റെ 60 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയതാണ്. 20കാരിയാണ്. ഇവരെല്ലാം ഹരിയാന സ്വദേശിനിയാണ്. ഹരിയാനക്കാർക്ക് ബോക്സിങ്ങിനോട് വളരെ പ്രിയമാണെന്ന് തോന്നുന്നു അല്ലേ? ബോക്സിംഗ് താരമാണ് പ്രിയ ഗംഗാസ്. 20 വയസ്സുള്ള പ്രിയ ഗംഗാസ് ആണ് 2026 കോമൺവെൽത്ത് ഗെയിംസില് വുമൻസിന്റെ 60 കിലോഗ്രാം ബോക്സിംഗ് വിഭാഗത്തില് ഇന്ത്യക്കായി ലൈറ്റ് വെയ്റ്റിലാണ് 60 കിലോഗ്രാം ലൈറ്റ് വെയ്റ്റിൽ ഇന്ത്യക്കായി സ്വർണം കരസ്ഥമാക്കിയത്. ഇനി നമ്മൾ പോകുന്നത് അരുന്ധതി ചൗധരിയിലേക്കാണ് പോകുന്നത്. അരുന്ധതി ചൗധരിയും ബോക്സിംഗില് വിമൻസിന്റെ 70 കിലോഗ്രാം വിഭാഗത്തില് ഇന്ത്യക്കായി സ്വർണം നേടിയതാണ്. അരുന്ധതി ചൗധരി 66 കിലോഗ്രാം അരുന്ധതി ചൗധരി 70 കിലോഗ്രാം വിഭാഗത്തിലാണ്. അപ്പോൾ ഓർത്തിരിക്കണം, രാജസ്ഥാൻ സ്വദേശിനിയാണ് അരുന്ധതി ചൗധരി. ഇനി അടുത്തത് സച്ചിൻ ശിവാജിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സച്ചിൻ ശിവാജ് മെൻസ് ബോക്സിംഗിലാണ്. മെൻസ് ബോക്സിംഗിൽ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത അഭിമാന താരമാണ് സച്ചിൻ ശിവാജ്. പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ എന്ത് ചെയ്ത് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയതാണ് ഹരിയാന സ്വദേശിയാണ് സച്ചിൻ ശിവാജ്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് അൻകുഷ് പങ്കലിലേക്ക്. അൻകുഷ് പങ്കലും ബോക്സിംഗ് വിഭാഗത്തിൽ മെൻസിന്റെ 80 കിലോഗ്രാം ബോക്സിംഗ് വിഭാഗത്തില് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്താണ് കോമൺവെൽത്ത് ഗെയിംസിൽ ആര്? അൻകുഷ് പങ്കൽ. ഈ അൻകുഷ് പങ്കലും ഇന്ത്യക്കായി ഗ്ലാസ്ഗോ ഗെയിംസില് ലൈറ്റ് ഹെവി വെയ്റ്റില് 80 കിലോഗ്രാം വിഭാഗത്തില് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത അദ്ദേഹവും എന്താണ്? മെൻസിന്റെ 80 കിലോഗ്രാം ആണ് ലൈറ്റ് ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ. അദ്ദേഹവും ഹരിയാന സ്വദേശിയാണ്. ഇനി അടുത്തത് ജാദുമണി സിംഗ്. ജാദുമണി സിംഗിലേക്ക് പോകുമ്പോൾ ജാദുമണി സിംഗ് മെൻസ് 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യക്കായി ബോക്സിംഗിൽ മത്സരിച്ചതാണ്. ജാദുമണി സിംഗ് വെള്ളി മെഡലാണ് ആരെ കരസ്ഥമാക്കിയത്? ജാദുമണി സിംഗ് കരസ്ഥമാക്കുന്നത്. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിലാണ് ആര് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്? ജാദുമണി സിംഗ്. ഇനി ബോക്സിംഗ് വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തില് നമുക്ക് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് ഓർത്തിരിക്കണം ലൗലീന ബോർഗോഹൈൻ ആണ്. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി വനിതകളുടെ 75 കിലോ ബോക്സിംഗിൽ വെള്ളി മെഡൽ നേടിത്തന്നത്. ഫൈനലിൽ ഓസ്ട്രേലിയയുടെ എമ്മ സൂഗ് ഗ്രീൻ ട്രീയോട് 1-4 എന്ന പോയിന്റ് വ്യത്യാസത്തിൽ പരാജയപ്പെട്ടാണ് ലൗലീന ബോർഗോഹൈന് ഇന്ത്യക്കായി 75 കിലോഗ്രാം ബോക്സിംഗ് വിഭാഗത്തില് വെള്ളി മെഡൽ കരസ്ഥമാക്കിയ. ഈ ലൗലീല ബോർഗോഹൈന് അസം സംസ്ഥാനത്തിലെ ഗോലാഘട്ട് സ്വദേശിയായ വെള്ളി മെഡലാണ് നമുക്ക് എന്ത് ചെയ്തത്? കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ ഓർത്തിരിക്കണം, മത്സരത്തിൽ മത്സരാർത്ഥികൾ കുറവായതിനാൽ നേരിട്ട് സെമി ഫൈനല് ഗ്ലാസ്ഗോ ഗെയിംസിലെ 75 കിലോഗ്രാം വിഭാഗത്തിൽ നേരിട്ട് സെമി ഫൈനലിലെത്തി മെഡൽ ഉറപ്പിച്ചതിന് ശേഷമാണ് ഫൈനലിലെത്തിയ താരം കൂടിയാണ്. അതിന്റെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ലൗലീന ബോർഗോഹൈന് നമ്മുടെ പതാക വാഹകരിൽ ഗ്ലാസ്ഗോ ഗെയിംസിലെ പതാക വാഹകരിൽ ഒരാൾ കൂടിയാണ് ആര്? ലൗലീന ബോർഗോഹൈൻ. ഇനി അടുത്തത് അവസാനത്തെ മെഡൽ ജേതാവായ നരേന്ദർ ബർവാളിനെ കുറിച്ചാണ്. ആരാണ്? നരേന്ദർ ബർവാൾ. അപ്പൊ ഈ നരേന്ദർ ബർവാള് ബോക്സിംഗ് ഗെയിംസിലും മെൻസിന്റെ 90+ കിലോഗ്രാം ബോക്സിംഗില്
പുരുഷന്മാരുടെ കിലോഗ്രാം സൂപ്പർ ഹെവി വെയിറ്റ് വിഭാഗത്തിൽ നരേന്ദ്ര ബർവാൾ ഇന്ത്യക്കായി 31കാരനാണ് വെള്ളി മെഡൽ കരസ്ഥമാക്കി. അദ്ദേഹവും എന്താണ്, ഹരിയാന സ്വദേശിയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് 3 ക്ലാസ്സുകളാണ് ഇതുവരെ മനസ്സിലാക്കിയത്. 3 ക്ലാസ്സുകളിലൂടെ ഒരുപാട് വസ്തുതകൾ മനസ്സിലാക്കി. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനേഷൻ ഇത് പ്രയോജനം ചെയ്യും. മിസ്സാക്കരുത്, നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കും. ഇനി നമുക്ക് ജൂലൈയിലെ കറണ്ട് അഫേഴ്സ് ബാക്കി ക്ലാസ്, ഒരു ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2ാമത്തെ ക്ലാസ് നാളെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.